ഇതാണ് ഇസ്താന നിഗാര. ഹായ് ഫ്രണ്ട്സ്, ഐ ആം പ്രജിൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഞങ്ങൾ കോലാലംപൂർ എയർപോർട്ടിൽ നിന്ന് ജസ്റ്റ് പുറത്തേക്ക് എക്സിറ്റിലേക്ക് നടക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ, എയർപോർട്ട് എക്സിറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഡയറക്ട്ലി എയർപോർട്ട് മാളിലേക്കാണ്. ഇവിടെ ബേസ്മെന്റിലാണ് ഞങ്ങളുടെ ഡ്രൈവർ അങ്കിൾ ഞങ്ങളെ വെയിറ്റ് ചെയ്യുന്നത്. ഇതാണ് ഡ്രൈവർ കുമാർ അങ്കിൾ. ഞങ്ങൾ ബാഗ്സ് എല്ലാം വാനിൽ വെച്ച് ഡേ 2 സ്റ്റാർട്ട് ചെയ്തു. നോക്കൂ ഫ്രണ്ട്സ്, സൈഡിലൊരു വൈറ്റ് ടെസ്ല ഉണ്ട്. ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ബാത്തു കേവ്സ് ആണ്. അവിടുന്ന് ഞങ്ങൾ ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അത് കഴിഞ്ഞിട്ട് അവിടെയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യും. ബാത്തു കേവ്സിലെ സ്പെഷ്യാലിറ്റീസ് എന്താന്ന് വെച്ചാൽ, അവിടെ ഗോൾഡൻ കളർ വേൾഡിലെ ഏറ്റവും വലിയ മുരുകൻ സ്റ്റാച്ചു ഉണ്ട്. റെയിൻബോ കളർ 272 സ്റ്റെപ്സും ഉണ്ട്. അവിടെ കുറെ മങ്കീസ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഡ്രൈവർ അങ്കിൾ പറഞ്ഞു, മങ്കീസ് ഡേഞ്ചറസ് ആണ്, നിങ്ങളുടെ സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കണം, ഇല്ലെങ്കിൽ മങ്കീസ് എടുത്തോണ്ട് പോകും. നോക്കൂ ഗായ്സ്, ഇതാണ് 272 റെയിൻബോ കളർഡ് സ്റ്റെപ്സ്. എനിക്ക് കാലിനൊരു ഇഞ്ചറി ഉണ്ടായത് കൊണ്ട് ഈ സ്റ്റെപ്സ് മുഴുവൻ കയറുന്നത് പോസിബിൾ അല്ല. ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അപ്പൊ തന്നെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോകാനുള്ള സമയമായി. പോകുന്ന വഴിക്ക് അങ്കിൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. എന്നോടും കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ലൈക്ക് മലേഷ്യൻ നാഷണൽ ഫ്ലവർ ഏതാ, ഫ്രൂട്ട് ഏതാ, ആനിമൽ ഏതാ. ആനിമൽ പറഞ്ഞു, നാഷണൽ ആനിമൽ മലയൻ ടൈഗർ ആണ്. മലയൻ ടൈഗർ ബംഗാൾ ടൈഗറിനേക്കാൾ അഗ്രസീവ് ആണ്. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് ഇസ്താന നഗാര, വിച്ച് മീൻസ് നാഷണൽ പാലസ്. ഇവിടെയാണ് കിങ് താമസിക്കുന്നതും വർക്ക് ചെയ്യുന്നതും. There are so many golden domes, fancy gate and royal guards. ഈ കാണുന്നത് പാലസിന്റെ ഗേറ്റ് മാത്രമാണ്. ഇതിന്റെ ഉള്ളിലേക്ക് നമുക്ക് എൻട്രി ഇല്ല. ഇഫ് യു ആർ ലക്കി ഇനഫ്, കിങ് പുറത്തേക്ക് വന്ന് ഗസ്റ്റിനെയൊക്കെ ഗ്രീറ്റ് ചെയ്യുമെന്നാണ് ഡ്രൈവർ അങ്കിൾ പറഞ്ഞത്. എന്റെ മുന്നിൽ കാണുന്നതാണ് റോയൽ ഗാർഡ്സ്. ആദ്യം പറഞ്ഞില്ലേ പാലസിൽ കുറെ ഡോംസ് ഉണ്ടെന്ന്. അതിലെ ഏറ്റവും ടോപ്പിൽ ഒരു ഡോം ഉണ്ട്. അവിടെ യെല്ലോ ഫ്ലാഗ് ഉണ്ടെങ്കിൽ കിങ് ഉള്ളിൽ ഉണ്ടെന്നാണ് അർത്ഥം. അതില്ലെങ്കിൽ കിങ് പുറത്താണെന്നാണ് അർത്ഥം. ബാക്കിൽ 2 ഹോഴ്സസ് ഉണ്ട്. ആദ്യം എനിക്ക് മനസ്സിലായില്ല അതെന്താ ചെയ്യുന്നതെന്ന്. പിന്നെ മനസ്സിലായി, ഇതാണ് റോയൽ ഗാർഡ്സ് ചേഞ്ചിങ്. Next location is Tugu Nagara, which means National Monument of Malaysia. Driver അങ്കിളുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എന്നാണ് മലേഷ്യക്ക് ഫ്രീഡം കിട്ടിയത് ആൻഡ് ഫ്രം വിച്ച് കൺട്രി? നിങ്ങൾക്കറിയാമോ? ഇന്ത്യക്ക് ഫ്രീഡം കിട്ടി കഴിഞ്ഞിട്ട് 10 years later ആണ് മലേഷ്യക്ക് ഫ്രീഡം കിട്ടിയത്. 1957 from the British. തുഗു നഗാര എന്ന് പറയുന്നത് മലേഷ്യൻ ഫ്രീഡത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്ത ബ്രേവ് സോൾജേഴ്സിന് വേണ്ടിയുള്ള ഒരു മോണുമെന്റ് ആണ്.
അകത്ത് ഒരു ബ്യൂട്ടിഫുൾ ഫൗണ്ടൻ ഉണ്ട്. അതിന്റെ മിഡില് ഒരു ഹ്യൂജ് സ്റ്റാച്ചു ഉണ്ട്. A huge statue of 7 brave freedom fighters. ഈ സ്റ്റാച്ചു റെപ്രസെന്റ് ചെയ്യുന്നത് courage, unity and strength of the soldiers. കുറച്ച് മലേഷ്യൻ വിശേഷങ്ങൾ കൂടിയുണ്ട്. അതൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ അതുവരെ ബൈ. പ്ലീസ് സബ്സ്ക്രൈബ്.